എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് നല്ല സ്പൈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡയമണ്ട് കട്ട്സിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് 4 വറ്റൽമുളക് കുറച്ച് വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയുമാണ്. വെളുത്തുള്ളിയും വറ്റൽമുളകും നമുക്ക് പറ്റുന്നത്ര നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വെളുത്തുള്ളിയും വറ്റൽമുളകും ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടറിന് പകരമായിട്ട് നെയ്യോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഉപയോഗിക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദയും ഉപ്പും ബട്ടറും കൂടി ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്ന അളവിൽ മുളക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് എരിവൊന്നും കാണില്ല. കൂടുതൽ എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ മുളക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് മുറിച്ച കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചപ്പാത്തി പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ ഒരുപാട് ലൂസായിട്ട് കുഴയ്ക്കാൻ പാടില്ല. ഇവിടെ ഇപ്പോൾ ഡയമണ്ട് കട്ട്സിനുള്ള കൂട്ട് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 കപ്പ് മൈദയ്ക്ക് ഏകദേശം 1/2 കപ്പിലും കുറച്ചും കൂടെ കൂടുതലേ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന ബോളിൻ്റെ അതേ വലുപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത്. ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കാൻ വേണ്ടി ചപ്പാത്തി പലയിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെയൊന്ന് പരത്തി കൊടുക്കാം. ഏകദേശം ഒരേ വലുപ്പത്തിൽ 2 എണ്ണം പരത്തിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നിനു മുകളിലായിട്ട് കുറച്ച് മൈദ ഇട്ടതിന് ശേഷം ഒരെണ്ണം കൂടെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് കനം കുറച്ചൊന്ന് പരത്തിയെടുക്കാം. പരത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വേർപെടുത്തിയെടുക്കാം. ഇതുപോലെ വേർപെടുത്തിയെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വേണം വേർപെടുത്തിയെടുക്കാൻ. ഇതുപോലെ വേർപെടുത്താതെ 2 എണ്ണം ഒന്നിച്ച് വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതൊന്നും കൂടെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ചൂടായ എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. ഇതുപോലെ ഡയമണ്ട് കട്ട്സ് വറുത്തെടുക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ചിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ ഇത് കോരിയെടുക്കാം. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലത്തെ ഡയമണ്ട് കട്ട്സ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും ആക്റ്റീവാക്കി ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.